ഹാപ്പി വുമൻസ് ഡേ അമ്മ. താങ്ക് യു. ഇന്ന് വുമൻസ് ഡേ ആയിട്ട് എനിക്ക് ഇബ്രാഹിമിനോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, അമ്മ പറയുന്നത് എന്താന്ന് എനിക്കറിയാം. സ്ത്രീകളെ ബഹുമാനിക്കണം, സ്ത്രീകൾക്ക് റെസ്പെക്ട് കൊടുത്തിട്ട് അവരെ ഈക്വൽ ആയിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞല്ലേ പറയാൻ പോകുന്നത്. അതൊക്കെ എല്ലാ വർഷവും പറയുന്നല്ലേ. അതൊക്കെ പറയാനുണ്ട്, എപ്പോഴും അതൊക്കെയാണ്. പക്ഷെ എനിക്ക് എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട്. നമ്മളൊരു 10-14 വർഷം മുമ്പ് വെറുതെ എല്ലാ കാര്യങ്ങളുള്ളപ്പം ഒരു സ്കിറ്റിനെ ഞാൻ ജഡ്ജ് ചെയ്യുമ്പോൾ ഞാൻ അതിനകത്ത് സ്ത്രീവിരുദ്ധത ഉണ്ട് എന്നൊരു വാക്ക് പറഞ്ഞു. അന്ന് ശരിക്കും പറഞ്ഞാൽ എന്നെ എല്ലാവരും കളിയാക്കി. അവിടെയുള്ള എല്ലാവർക്കും തന്നെ എന്താന്ന് പോലും മനസ്സിലായില്ലെന്നുള്ളതാണ് സത്യം. പക്ഷെ ഇപ്പം അങ്ങനെയാണോ? ഇപ്പം ഓഫ് ലേറ്റ് ഇപ്പം എല്ലാവർക്കും അറിയാം എന്താണ് സ്ത്രീവിരുദ്ധത, എന്താണ് സ്ത്രീവിരുദ്ധത അല്ലാത്തതെന്ന്. പക്ഷേ വേറൊരു കാര്യവും കൂടെ ഉണ്ട്. കാലം മാറുന്നതനുസരിച്ച് സ്ത്രീകളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടത്തേക്കാളൊക്കെ ഒരുപാട് കൂടുതൽ ക്രിമിനൽ സ്ത്രീകളിലുണ്ട്. ഇപ്പോൾ ക്രിമിനൽ മൈൻഡുള്ള, ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള സ്ത്രീകൾ വളരെയധികം കൂടിയിട്ടുണ്ട്. അതായത് സ്വാർത്ഥതയും ഇല്ല, പുരുഷന്മാരെ പോലെ തന്നെ സ്വാർത്ഥതയും അല്ലെങ്കിൽ അത്യാഗ്രഹവും ഒക്കെ ഉള്ള ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള സ്ത്രീകളും ഇപ്പോൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോനൊക്കെ വലുതാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് എനിക്ക് ഈ വനിതാ ദിനത്തിൽ മോനോട് പറഞ്ഞു തരാനുള്ളത്. അതൊക്കെ എന്താ? ലൈക്ക് നമുക്ക് ഇപ്പൊ പറഞ്ഞില്ലേ, സ്ത്രീകളെ ബഹുമാനിക്കണം. പക്ഷെ ബഹുമാനം അർഹിക്കാത്ത സ്ത്രീകളും സമൂഹത്തിലുണ്ടെന്ന് മനസ്സിലാക്കാം. മനുഷ്യൻ എന്ന രീതിയിലുള്ള ബഹുമാനം സർവ്വചരാചരങ്ങൾക്ക് നമ്മൾ കൊടുക്കണം, സർവ്വ മനുഷ്യർക്കും കൊടുക്കണം. പക്ഷേ ഇപ്പൊ ഒരുപാട് ട്രാപ്പുകളുണ്ട്. ഒന്ന്, ഇപ്പൊ മോന്റെ ഈ പ്രായമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്സ് ഉണ്ടാകാം, വിവാഹം ഉണ്ടാകും. അപ്പൊ ഈ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളൊരു മ്യൂച്വൽ കൺസെന്റ് എന്നുള്ള സാധനമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ പരസ്പരം കിസ് ചെയ്യും, അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻസിലുണ്ടാവും. അതിൽ മ്യൂച്വൽ ആയിട്ട് അവളും അവനും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ സ്ത്രീപക്ഷമായ നിയമങ്ങളുള്ളത് കൊണ്ട് നീ ആ ബന്ധത്തിനൊരു നോ പറഞ്ഞാൽ അവിടെ വെച്ചത് കേസാവും. അപ്പൊ അതിനൊരിക്കലും നിന്ന് കൊടുക്കരുത്. അതൊരു ചൂഷണമായിട്ടാണ് പിന്നെ ചിത്രീകരിക്കുക. അപ്പൊ അത് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യണം ആദ്യം മുതലേ നിൽക്കാൻ. ഒരു ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വരുന്നവരെ ഇതിനൊന്നും പോകാതിരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്നതാണ്. ഹോർമോണലായിട്ടുള്ള, പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടോ. പക്ഷെ ദർ ഷുഡ് ബി എ കൺട്രോൾ. ഇവൻ ആര് പ്രലോഭിപ്പിച്ചാലും ശരി, ആ കൺട്രോളുകൾ സ്ത്രീകൾക്കും അതുകൊണ്ട് ഗുണമേ ഉണ്ടാകുള്ളൂ, നിങ്ങൾക്കും അതുകൊണ്ട് ഗുണമേ ഉണ്ടാകുള്ളൂ. വനിതാ ദിനമായിട്ട് വനിതകൾക്കെതിരെ സംസാരിച്ചെന്നല്ല, പക്ഷേ ഇതൊരു സൊസൈറ്റിയാണ്. ഇതിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അത് സ്ത്രീകളെല്ലാം നല്ലവരും പുരുഷന്മാർ കുറേ പേർ ചീത്തകളും അങ്ങനെയൊന്നല്ല. പുരുഷന്മാരിൽ നല്ലവരും ചീത്തവരും ഉള്ള പോലെ തന്നെ സ്ത്രീകളിലും ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകാം, ചൂഷണം ചെയ്യപ്പെടുന്ന ആൾക്കാരുണ്ടാകാം, ഹണി ട്രാപ്പ് പിടിപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാകാം. അതിൽ നിന്നൊക്കെ പുരുഷന്മാരും സമൂഹവും സ്വയം രക്ഷിക്കുകയും കൂടെ ചെയ്യേണ്ടതാണ്. നമ്മൾ പറയാറില്ലേ, ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട്. യെസ്, ഓക്കെ.